ഹലോ നമസ്കാരം, എൻ്റെ പേര് അപർണയാണ്. എൻ്റെ ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ വർഗോന് വേണ്ടിയിട്ട് മെയ് മാസത്തിൻ്റെ മന്ത്ലി റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കണേ. ഇതിൽ ഞാൻ എല്ലാം ടോപ്പിക്സ് കവർ ചെയ്യാൻ പോകുന്നുണ്ട്. ലവ് ലൈഫ്, കരിയർ, പിന്നെ വേറെ എന്തെങ്കിലും മെസ്സേജസ് വന്നാൽ അതും നമ്മൾ നോക്കാം എന്താണെന്ന്. ബട്ട് ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അപ്പോൾ എല്ലാവർക്കും എല്ലാം മെസ്സേജസ് റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവണ മെസ്സേജസ് എടുക്കുക, റെസൊനേറ്റ് ആവാത്ത മെസ്സേജസ് ലെറ്റ് ഗോ ചെയ്യുക. അപ്പോൾ വർഗോ നിങ്ങളുടെ മന്ത്ലി മെയ് മാസത്തിലേക്ക് ചെല്ലാം ആൻഡ് നോക്കാം എന്താണ് മെസ്സേജസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. പാസ്റ്റ് എനർജിയിൽ ക്വീൻ ഓഫ് കപ്സ് ആണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ കാണുന്നത്. കറണ്ട് മെയ് എനർജി, നിങ്ങളുടെ കറണ്ട് മെയ് എനർജി സ്ട്രെങ്ത് ആണ്. നിങ്ങളുടെ ഫ്യൂച്ചർ എനർജി ഏസ് ഓഫ് പെൻറ്റക്കിൾസ് ആണ്. നിങ്ങളുടെ ഏറ്റവും വലിയ ചാലഞ്ച് നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് ആണ്. നിങ്ങളുടെ അഡ്വൈസ് 9 ഓഫ് കപ്സ്. നിങ്ങളുടെ ഹിഡൻ ഫാക്ടറിൽ 9 ഓഫ് വാൻഡ്സ്. നിങ്ങളുടെ ഓവറോൾ എനർജി 7 ഓഫ് പെൻറ്റക്കിൾസ് ആൻഡ് നിങ്ങളുടെ ഔട്ട്കം 7 ഓഫ് വാൻഡ്സ്. അപ്പോൾ 7 ഓഫ് പെൻറ്റക്കിൾസ് ആണ് നിങ്ങളുടെ ഓവറോൾ എനർജി വർഗോ. ഇതൊരു വെയിറ്റിംഗ് എനർജിയാണ്. നിങ്ങൾ എന്തിനോ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണ മാതിരി. ഇത് ഫിനാൻഷ്യൽ റിവാർഡ്സ് ആയിരിക്കാം. മേ ബി നിങ്ങൾ നിങ്ങളുടെ ജോലി കരിയറിൽ കുറേ എഫേർട്ട് ഇട്ടുണ്ട് പാസ്റ്റിൽ, നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും എവിടെയെങ്കിലും. അതിൻ്റെ എപ്പോഴാണ് റിസൾട്ട്സ് കിട്ടാനായിരിക്കും വെയിറ്റ് ചെയ്യുന്നുണ്ടാവുക. അതല്ല വെച്ചാൽ ഒരു പ്രൊമോഷനായിരിക്കും വെയിറ്റ് ചെയ്യുന്നുണ്ടാവുക. ഇത് ലവ് സിറ്റുവേഷനിൽ മേ ബി ഒരു മെസ്സേജിന് ഒരു പേഴ്സൺ എപ്പോഴാണ് മെസ്സേജ് ചെയ്യുക, കോൾ ചെയ്യുക, എപ്പോഴാണ് ഈ പേഴ്സൺ ഓഫർ എന്തെങ്കിലും തരിക, അങ്ങനെ ഒരു വെയിറ്റിംഗ് ഗെയിമാണ് ഇവിടെ ഞാൻ കാണുന്നത്. നിങ്ങളുടെ പാസ്റ്റിൽ ക്വീൻ ഓഫ് കപ്സ് ഉണ്ട്. അപ്പോൾ ഇത് ഒരു പൈസീസ്, ക്യാൻസർ, സ്കോർപ്പിയോ എനർജിയാണ്. നിങ്ങൾ മേ ബി വൺ ഓഫ് ദീ സൈൻസിൻ്റെ കൂടെ ആയിരിക്കും ഡീൽ ഉണ്ടാവുക. അതല്ലാച്ചാലും ഏതും സൈൻ ആവാം. പക്ഷെ ഇത് കുറേ ലവിങ് എനർജിയാണ്, കുറേ ഒരു ഇമോഷണൽ എനർജിയാണ്. അപ്പോൾ ഇവിടെ ഞാൻ ഒരു പേഴ്സൺ, ഒരു ഇമോഷണലി സെൻസിറ്റീവ് ടൈപ്പ് ഓഫ് പേഴ്സണെ ഞാൻ കാണുന്നു. പക്ഷെ ഈ പേഴ്സണിൻ്റെ കൂടെ ആയിരിക്കും ഇപ്പോൾ ഒരു സെപ്പറേഷൻ ഉണ്ടാവുക. നിങ്ങളുടെ കറണ്ട് എനർജിയിൽ നിങ്ങൾ കുറേ സ്ട്രോങ് ആയിട്ട് ഈ സിറ്റുവേഷനെ ഡീൽ ചെയ്യണതാണ് ഞാൻ കാണുന്നത്. സ്ട്രെങ്ത് ലിയോ എനർജിയാണ്. അപ്പം നിങ്ങൾ നിങ്ങളുടെ ഇന്നർ സ്ട്രെങ്ത്തിനെ ടാപ്പ് ചെയ്തിട്ട് ഈ സിറ്റുവേഷനെ എങ്ങനെയാ ബെസ്റ്റ് നിങ്ങൾക്ക് ഡീൽ ചെയ്യാൻ പറ്റണമെന്ന് വെച്ചാൽ അങ്ങനത്തെ അതാണ് ഞാനിവിടെ കാണുന്നത്. ആൻഡ് അഗൈൻ ഇവിടെ ഞാൻ കുറേ ഒരു പേഷ്യൻ്റ് എനർജിയാണ് കാണുന്നത്. നിങ്ങൾ ബോൾഡ് സ്റ്റെപ്സ് ആണ് എടുക്കുന്നത് ഫ്യൂച്ചറിലേക്ക് വേണ്ടിയിട്ട്. ഏസ് ഓഫ് പെൻറ്റക്കിൾസ് നിങ്ങളുടെ ഫ്യൂച്ചറാണ്. അപ്പോൾ ഇവിടെ ഒരു പുതിയ ബിഗിനിങ് വരുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. കുറേ സ്റ്റേബിൾ പുതിയ ഓഫർ, നിങ്ങൾ വെയിറ്റ് ചെയ്യണ കാര്യം നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ കിട്ടാൻ പോകുന്നുണ്ട്. അതാണ് ഇവിടെ ഞാൻ കാണുന്നത്. പക്ഷേ ഈ മാസം കുറച്ചൊരു പേഷ്യൻ്റ്ലി വെയിറ്റ് ചെയ്യേണ്ടി വരും. എന്നാൽ ബോൾഡായിട്ട് സ്റ്റെപ്സും എടുക്കേണ്ടി വരും. എന്ന് വെച്ചാൽ ചില കേസസിൽ മേ ബി നിങ്ങൾക്കായിരിക്കും ഒരു ഇനീഷ്യേറ്റീവ് എടുക്കണ്ടേ. ഓക്കെ, അതുകൊണ്ടും കുറേ ഡിഫറൻസ് ഉണ്ടാവും നിങ്ങളുടെ ലൈഫിൽ. നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് ആണ് നിങ്ങളുടെ ചാലഞ്ച്. ഈ സമയത്ത് നിങ്ങൾക്ക് ഈ എനർജി കുറേ ഒരു സ്ലോ മൂവിങ് എനർജി ആയിട്ടാണ് ഫീൽ ചെയ്യണത്. നിങ്ങൾക്ക് ഫീൽ ചെയ്യണത് എന്താ വെച്ചാൽ ഒന്നും നടക്കില്ല, ഒന്നും മുമ്പോട്ട് പോകില്ല, അങ്ങനെ ഒരു ഫീലിംഗ് ആണ് നിങ്ങൾക്ക്. പക്ഷേ ഇതൊരു സ്ലോ മൂവിങ് എനർജി ആയതുകൊണ്ടാണ് ഇത്ര ഫ്രസ്ട്രേഷൻ നിങ്ങൾ ഫീൽ ചെയ്യണത്. ആക്ച്വലി പ്രോഗ്രസ് ഉണ്ട് നിങ്ങളുടെ ലൈഫിൽ, പക്ഷെ അത് കുറേ സ്ലോ പേസിലാണ്. 9 ഓഫ് കപ്സ് ആണ് നിങ്ങളുടെ അഡ്വൈസ്. അപ്പോൾ അഗൈൻ യൂണിവേഴ്സ് അത് കൺഫേം ആണ് ചെയ്യണത്. നിങ്ങളുടെ വിഷസ് ഒക്കെ ഫുൾഫിൽ ആവാൻ പോകുന്നുണ്ട്. നിങ്ങൾ വെരി ക്ലോസ് ആണ്, നിങ്ങളുടെ ആ വിഷ് ഫുൾഫിൽ ആവണ എനർജിയുടെ അടുത്താണ്. അപ്പോൾ ഇപ്പോൾ ഗിവ് അപ്പ് ചെയ്യരുത്. എന്നുവെച്ചാൽ ഇതെല്ലാം നിങ്ങൾ വിഷ് ചെയ്യണതൊക്കെ വരാൻ പോകണേലൂ. അപ്പോൾ കുറച്ച് പേഷ്യൻ്റ്ലി വെയിറ്റ് ചെയ്യുക. 9 ഓഫ് വാൻഡ്സ് ആണ് നിങ്ങളുടെ ഹിഡൻ ഫാക്ടർ. ഇവിടെ എന്തോ ഒരു ബ്ലോക്ക് ഞാൻ കാണുന്നുണ്ട്. എന്നുവെച്ചാൽ നിങ്ങളുടെ പാസ്റ്റിൽ നിങ്ങൾ എന്തോ എക്സ്പെക്ട് ചെയ്തിട്ട് അത് നടന്നില്ല, അങ്ങനെ അതുമാതിരി ഔട്ട്കം നിങ്ങൾക്ക് കിട്ടിയില്ല. അപ്പോൾ നിങ്ങൾ ഡിസപ്പോയിൻറ്റഡ് ആയി. ഇപ്പോൾ ആദ്യം നിങ്ങൾക്ക് ആ പേടി വരാൻ തുടങ്ങിയിട്ടുണ്ട്. അത് ഞാൻ ഇത്രയും എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്, പക്ഷെ ഇത് നടക്കുമോ, അതാണ് ഒരു പേടി. പക്ഷെ അത് നിങ്ങൾക്ക് ബ്ലോക്കുമാണ് ചെയ്യണത്. എന്നുവെച്ചാൽ ഞാൻ പറഞ്ഞ മാതിരി എക്സ്പെക്ട് ചെയ്യണ കാര്യം വരും, പക്ഷെ അതിന് കുറച്ച് സമയം എടുക്കും. അതിന് നെഗറ്റീവായിട്ട് ആലോചിക്കാൻ തുടങ്ങണ്ട.
എന്നുവെച്ചാൽ എപ്പോഴും പാസ്റ്റിന്റെ മാതിരിയല്ല കാര്യങ്ങൾ നടക്കുക. ചില സമയത്ത് യൂണിവേഴ്സും നിങ്ങളെ സർപ്രൈസ് ചെയ്യാൻ നോക്കും. നല്ല സർപ്രൈസ് ആണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഫ്യൂച്ചറിൽ ഞാൻ കാണുന്നത്. കുറെ സ്റ്റേബിൾ ന്യൂ ബിഗിനിങ്. 7 ഓഫ് വോൺസ് ആണ് നിങ്ങളുടെ ഔട്ട്കം. അപ്പോൾ ഈ മാസം ഞാൻ പറഞ്ഞ മാതിരി നിങ്ങൾക്ക് നെഗറ്റീവ് തോട്ട്സ് ഒക്കെ ബ്ലോക്ക് ചെയ്യാൻ നോക്കും. നിങ്ങളുടെ നെഗറ്റീവ് തോട്ട്സ് ഒക്കെ നിങ്ങളെ ഗിവ് അപ്പ് ചെയ്യാൻ നിങ്ങൾക്ക് ഫീൽ ആവും. പക്ഷെ ഗിവ് അപ്പ് ചെയ്യരുത്. എന്നുവെച്ചാൽ ഇത് ചാലഞ്ചസിന്റെ എനർജിയാണ്. പക്ഷെ ഇതിനെ നിങ്ങൾ ഫൈറ്റ് ചെയ്താൽ ഇത് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് സക്സസ് കിട്ടും എന്നാണ് ഞാൻ കാണുന്നത്. അപ്പോൾ വെർഗോ ഇതെന്താണ് ഈ വെയിറ്റിംഗ് എനർജി നിങ്ങളുടെ? 8 ഓഫ് പെന്റിക്കിൾസ്. അപ്പോൾ 8 ഓഫ് പെന്റിക്കിൾസ് ആൻഡ് 7 ഓഫ് പെന്റിക്കിൾസ്. 7 കഴിഞ്ഞിട്ട് 8. അപ്പോൾ ഞാൻ കാണുന്നത് ഇവിടെ എന്താ വെച്ചാൽ നിങ്ങൾ എന്തോ ഒരു എഫേർട്ട് ഇട്ടിട്ട് ആ എഫേർട്ടിന്റെ നിങ്ങൾക്ക് റിവാർഡ്സ് ആണ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യണത്. പക്ഷെ നിങ്ങൾ മുമ്പോട്ടും പോകണ്ട, നിങ്ങൾ എഫേർട്ട് കണ്ടിന്യൂ ചെയ്യണ്ട, നിങ്ങൾ ഗിവ് അപ്പ് ചെയ്യണില്ല. അതൊരു നല്ല കാര്യമാണ്. കരിയറിലായിരിക്കാം, ലവ് ലൈഫിലുമായിരിക്കാം, നിങ്ങൾ കണ്ടിന്യൂ ചെയ്യേണ്ട നിങ്ങളുടെ ലൈഫ്. നിങ്ങൾ അത്രയും സെയിം എഫേർട്ടാണ് ഇടുന്നത് എല്ലാത്തിലും. അപ്പോൾ ക്വീൻ ഓഫ് കപ്സ് ഇവിടെ എന്താണ്? പാസ്റ്റ് എനർജി. അപ്പോൾ നിങ്ങൾ ഡെഫിനറ്റ്ലി ആരുടെയോ അടുത്തുനിന്ന് ഒരു ഐസൊലേറ്റഡ് എനർജിയിലാണ്. ഹെർമിറ്റ് നിങ്ങളുടെ എനർജിയാണ്, വെർഗോ എനർജി. ഈ സെപ്പറേഷനിലും നിങ്ങൾ ഈ പേഴ്സണെ മിസ് ചെയ്യുന്നുണ്ട്, ഈ പേഴ്സണും നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇവിടെ ഒരു സെപ്പറേഷൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ ലിയോ എനർജി സ്ട്രെങ്ത് എന്താണ്? എംപറർ. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞ മാതിരി ബോൾഡ് സ്റ്റെപ്സ് എടുക്കുക, രണ്ടും കരിയറിലും ആൻഡ് ലവ് ലൈഫിലും. ഇതൊരു പേഴ്സൺ, കുറേ ഒരു എക്സ്പീരിയൻസ് പേഴ്സൺ നിങ്ങളെ എങ്ങനെയോ ഹെൽപ്പ് ചെയ്യാൻ നോക്കും ചിലപ്പോൾ. ആൻഡ് അതുകൊണ്ട് ഇവിടെ ഒരു സ്റ്റേബിൾ ന്യൂ ബിഗിനിങ് ആണ് ഞാൻ കാണുന്നത്. ഇത് നിങ്ങളുടെ എൽഡർലി ഫാമിലി പേഴ്സൺ ആയിരിക്കാം, ഓറൽസ് ജോലിയിലാണ് ചെയ്തൊരു ബോസ് മാതിരി, ഒരു എക്സ്പീരിയൻസ് പേഴ്സന്റെ എനർജിയാണ്. ഏരീസ് എനർജിയാണ് എംപറർ. അപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി ഇങ്ങനത്തെ ഒരു പേഴ്സൺ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ശ്രമിക്കും. മേല് ആൻഡ് ഏസ് ഓഫ് പെന്റിക്കിൾസ് ആൻഡ് 10 ഓഫ് പെന്റിക്കിൾസ്. ഞാൻ പറഞ്ഞ മാതിരി ഫിനാൻഷ്യൽ അബണ്ടൻസിന്റെ പുതിയ ബിഗിനിങ് നിങ്ങൾക്ക് ഫ്യൂച്ചറിലുണ്ട്. അതുമാത്രമല്ല ഒരു ലവ് ഓഫർ ഉണ്ട്. ആൻഡ് ആ ഓഫർ ഒരു സ്റ്റേബിൾ ഫ്യൂച്ചർ ഉള്ള ഓഫറാണ്. കുറേ ഒരു മാരേജ് സ്റ്റെബിലിറ്റി അതൊക്കെയാണ് ഞാൻ കാണുന്നത്. അപ്പോൾ ലവ് ലൈഫും ആസ് വെൽ ആസ് കരിയറിൽ ഈ സമയം നിങ്ങൾക്ക് നല്ല സമയമാണ്. മെയ് മാസം മാത്രം കുറച്ച് പേഷ്യൻ്റ് ആയിട്ട് വെയിറ്റ് ചെയ്യാം. നൈറ്റ് ഓഫ് പെന്റിക്കിൾസ് എന്താണ്? ചാലഞ്ച്. ഈ വെയിറ്റിംഗ് എനർജി നിങ്ങൾക്ക് ഇഷ്ടമല്ല. എന്ന് വെച്ചാൽ കുറേ ആയി നിങ്ങൾ വെയിറ്റ് ചെയ്യണു, എന്തെങ്കിലും ചേഞ്ച് ആവും പറഞ്ഞ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ അത് ഇതുവരെ ഉണ്ടായിട്ടില്ല. പക്ഷെ ഗിവ് അപ്പ് ചെയ്യരുത്. ഞാൻ പറഞ്ഞ മാതിരി നിങ്ങളുടെ റിവാർഡ്സ് ഒക്കെ വരാൻ പോണേലൂ. 9 ഓഫ് കപ്സ് ഇവിടെ. നൈറ്റ് ഓഫ് കപ്സ് ആരോ നിങ്ങളെ മെസ്സേജ് ചെയ്യാൻ പോകുന്നുണ്ട് വെരി സൂൺ. ഒരു ഇമെയിൽ ഇല്ല, മെസ്സേജ്, ടെക്സ്റ്റ് മെസ്സേജ് വരാൻ പോകുന്നുണ്ട്. ആൻഡ് അത് ഓൺ ദ വേ ആണ്. ഞാൻ പറഞ്ഞ മാതിരി ചില കേസസിൽ മേ ബി നിങ്ങൾക്കായിരിക്കും ഇനീഷ്യേറ്റീവ് എടുക്കണ്ടേ, പക്ഷെ അത് എല്ലാവർക്കും അല്ല. ഓക്കെ, മെസ്സേജ്. നൈറ്റ് ഓഫ് കപ്സ് ഇവിടെ എന്താണ്? പേജ് ഓഫ് പെന്റിക്കിൾസ്. ഞാൻ പറഞ്ഞ മാതിരി ചില കേസസിൽ നിങ്ങൾക്കൊരു ഇനീഷ്യേഷൻ എടുക്കണം, നിങ്ങൾക്കായിരിക്കും ഒരു മെസ്സേജ് അയക്കണ്ടേ. അതുണ്ടായ ഇവിടെ ഞാൻ കാണുന്നത് ഒരു പോസിറ്റീവ് റെസ്പോൺസ് ആണ് നിങ്ങൾക്ക് കിട്ടുക. 9 ഓഫ് വോൺസ് ഇവിടെ എന്താണ്? 5 ഓഫ് സോർഡ്സ്. അപ്പോൾ കുറെ നെഗറ്റീവ് തോട്ട്സ് നിങ്ങളുടെ മനസ്സിലുണ്ടാവും. കുറെ ആൾക്കാരെ നിങ്ങളെ ഡിസ്വേഡ് ചെയ്യും, നിങ്ങളുടെ ഗോൾസിന് മാറ്റി നിങ്ങളെ വേറെ ഡിറക്ഷനിലാക്കാൻ നോക്കും. പക്ഷെ അവരെ ഇഗ്നോർ ചെയ്യുക. എന്നുവെച്ചാൽ ഇതൊക്കെ ഒരു ചില ആൾക്കാർ നിങ്ങളുടെ പ്രോഗ്രസ്സിൽ ജെലസ് ആയിട്ടാണ് ഇങ്ങനെ അഡ്വൈസ് തരണത്. എല്ലാവരുടെയും അഡ്വൈസ് കേൾക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ മനസ്സെന്താ പറയണ വെച്ചാൽ അത് മാത്രം കേൾക്കുക. 7 ഓഫ് വോൺസ് ഇവിടെ എന്താണ്? ഔട്ട്കം. 4 ഓഫ് കപ്സ്. അപ്പോൾ ഇവിടെ ഒരു ഡിസ്ഇൻട്രസ്റ്റഡ് എനർജി ഞാൻ കാണുന്നുണ്ട്. ഞാൻ പറഞ്ഞ മാതിരി ഇത് നിങ്ങളുടെ എനർജിയാണ്. എന്നുവെച്ചാൽ നിങ്ങൾ കുറേ ആയി വെയിറ്റ് ചെയ്യണു ഒരു കാര്യത്തിന് വേണ്ടിയിട്ട്. അത് ഇപ്പോൾ വരൂണില്ല എന്നൊരു ഫീലിംഗ് വരാൻ തുടങ്ങിയിട്ടുണ്ട് നിങ്ങൾക്ക്. അതുകൊണ്ടാണ് ഈ ഇൻട്രസ്റ്റ് നിങ്ങളുടെ കുറവായി പോണേ. പക്ഷേ യൂണിവേഴ്സ് പറയണത് എന്താ വെച്ചാൽ ഗിവ് അപ്പ് ചെയ്യരുത്. എന്നുവെച്ചാൽ ഇതൊരു വെരി പോസിറ്റീവ് വേയിൽ ഡെഫിനറ്റ്ലി മുമ്പോട്ട് പോവും. ഇപ്പോൾ ഗിവ് അപ്പ് ചെയ്താൽ എല്ലാം നിങ്ങൾ എഫേർട്ട് ഇട്ടതൊക്കെ വേസ്റ്റ് ആവും. അപ്പോൾ ഇപ്പോൾ ഗിവ് അപ്പ് ചെയ്യരുത്. ഇതൊരു ഹീലിംഗ് പീരിയഡാണ്, ഒരു സെപ്പറേഷൻ പീരിയഡാണ്, ഒരു വെയിറ്റിംഗ് പീരിയഡാണ്. പക്ഷെ ഇതിന് നിങ്ങൾ പുറത്തു വന്ന സക്സസ്ഫുള്ളി വിതൗട്ട് ഗിവിങ് അപ്പ് നിങ്ങൾ പുറത്തു വന്ന ഇത് ഒരു വെരി ബ്യൂട്ടിഫുൾ പോസിറ്റീവ് എനർജിയിലാണ് കൺവേർട്ട് ആവാൻ പോണേ.
അപ്പോൾ വെർഗോ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ്. ഐ ഹോപ്പ് ഇത് റെസൊനേറ്റ് ചെയ്തു ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഒരു പ്രൈവറ്റ് റീഡിംഗ് ബുക്ക് ചെയ്യണം വെച്ചാൽ ചെയ്യാം. പ്രൈവറ്റ് റീഡിംഗ് പെയ്ഡ് റീഡിങ്സ് ആണ്, പക്ഷെ അത് നിങ്ങളുടെ എനർജി കുറച്ചാണ്, അപ്പോൾ കൂടുതൽ റെസൊനേറ്റ് ചെയ്യും. ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ ഇമെയിൽ ചെയ്യുക, അല്ലെങ്കിൽ വെബ്സൈറ്റിൽ പോയിട്ട് വാട്സാപ്പിൻ്റെ ചാറ്റ് അയക്കുന്നുണ്ട്, അതിനെ ക്ലിക്ക് ചെയ്ത് ചാറ്റ് ചെയ്യുക. ആൻഡ് ഞാൻ അവിടെ നിങ്ങൾക്ക് എല്ലാം ഡീറ്റെയിൽസ് അയച്ചു തരാം. ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എങ്ങനെ ഇത് റെസൊനേറ്റ് ചെയ്തു എന്ന് പറയുക. എത്രയും നിങ്ങൾ കമൻറ്റ് ചെയ്യണു, എത്രയും നിങ്ങൾ ലൈക്ക് ചെയ്യണു, അത്രേ എനിക്ക് യുനോ എൻകറേജ്മെൻറ്റ് കിട്ടും ഇങ്ങനെ വീഡിയോസ് ഇടാൻ വേണ്ടിയിട്ട്. ആൻഡ് ഈ യൂട്യൂബിനെ ഈ ചാനൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ലൈക്സ് ആൻഡ് സബ്സ്ക്രിപ്ഷൻസ് ആൻഡ് കമൻറ്റ്സ് ഈ 3 കാര്യം വേണ്ടി വരും. ഇല്ലച്ചാൽ എനിക്ക് ഈ വീഡിയോ ഈ ചാനൽ കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എത്രയും നിങ്ങൾ സപ്പോർട്ട് ചെയ്യണു അത്രയും ഞാൻ വീഡിയോസ് ഇടാം. ഓക്കെ, അപ്പോൾ പ്ലീസ് സപ്പോർട്ട് ചെയ്യുക. ആൻഡ് ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിങ് കൊണ്ടുവന്ന്. ടിൽ ദെൻ ടേക്ക് കെയർ, ഓൾ ദി ബെസ്റ്റ്.